ശാരദ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം രാജീവ് കുമാറിനെ സിബിഐ 6 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു. സിബിഐ ജോയിന്റ് ഡയറക്ടർ പങ്കജ് ശ്രീവാസ്തവയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സിബിഐ സംഘമാണ് ഷില്ലോങ്ങിലെ ഓഫീസിൽ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്തത്. ശാരദ ചിട്ടി തട്ടിപ്പ് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന രാജീവ് കുമാർ കേസിലെ തെളിവുകൾ നശിപ്പിച്ചു എന്നാണ് സിബിഐയുടെ ആരോപണം. രാജീവ് കുമാർ തെളിവ് നശിപ്പിച്ചെന്ന ആരോപണം ഉന്നയിച്ച മുൻ തൃണമൂൽ MP കുനാൽ ഘോഷിനെയും സിബിഐ ഇന്ന് ചോദ്യം ചെയ്യും. കുനാൽ ഘോഷിനെയും രാജീവ് കുമാറിനെയും ഒരുമിച്ച് ഇരുത്തിയും സിബിഐ ചോദ്യം ചെയ്തേക്കും. സിനിമാ മേഖലയിലെ വിവിധ സംഘടനകൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. അമ്മയെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് മോഹൻലാൽ, മമ്മൂട്ടി, ഫെഫ്ക പ്രതിനിധി B ഉണ്ണികൃഷ്ണൻ, ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സിനിമാ ടിക്കറ്റിന് 10% വിനോദ നികുതി ഏർപ്പെടുത്തിയത് പിൻവലിക്കണമെന്നത് സംബന്ധിച്ച ആവശ്യങ്ങൾ പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിച്ചു. ഇപ്പോൾ KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഉമേഷ്, ഈ ചർച്ച പൂർത്തിയായിട്ടുണ്ടോ? എന്തെങ്കിലും സുപ്രധാനമായ തീരുമാനങ്ങളിലേക്ക് ഈ ചർച്ച എത്താനുള്ള സാധ്യതയുണ്ടോ? ആനന്ദ്, അല്പം മുമ്പാണ് സിനിമാ മേഖലയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയത്. അമ്മ പ്രസിഡന്റ് മോഹൻലാൽ, മമ്മൂട്ടി, ഇതുകൂടാതെ ഫെഫ്ക പ്രതിനിധിയായ B ഉണ്ണികൃഷ്ണൻ, തിയേറ്റർ ഉടമകളുടെ സംഘടനാ പ്രതിനിധികളായ ആന്റണി പെരുമ്പാവൂർ അടക്കം വിവിധ സംഘടനയിലെ നേതൃത്വമാണ് മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമായും സിനിമാ ടിക്കറ്റിന് 10% വിനോദ നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ബജറ്റിൽ ഒരു തീരുമാനം സർക്കാർ എടുത്തിരുന്നു. ആ ഒരു തീരുമാനം പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്രയും 10% നികുതി ഏർപ്പെടുത്തുക എന്നുള്ളത് വലിയ തരത്തിലുള്ള ഒരു ബാധ്യത സിനിമാ മേഖലയിൽ ഉണ്ടാകും, വലിയ തോതിൽ പ്രതികൂലമായി സിനിമാ മേഖലയെ ബാധിക്കും എന്നതടക്കമുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇത്തരത്തിൽ ആ വിഷയം മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഈ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫെഫ്ക നേതൃത്വത്തിലുള്ള B ഉണ്ണികൃഷ്ണൻ പറയുകയുണ്ടായി. അനുഭാവപൂർവ്വം പരിഗണിക്കാം, അതായത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച നടക്കമുള്ള തീരുമാനങ്ങൾ സർക്കാർ എടുക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായാണ് B ഉണ്ണികൃഷ്ണൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതാണ്ട് 10-15 മിനിറ്റ് മാത്രമായിരുന്നു കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ പെടുത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു അനുകൂല പ്രതികരണം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം ഇപ്പോൾ മടങ്ങിപ്പോവുകയും ചെയ്തിരിക്കുകയാണ്. ആനന്ദ്, ശരി ഉമേഷ്, വ്യക്തമാണ് വിശദാംശങ്ങൾ. സിനിമാ മേഖലയിൽ 10% നികുതി ടിക്കറ്റിൽ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബജറ്റിലെ സൂചനകളെ സംബന്ധിച്ചാണ് ഈ സിനിമാ പ്രവർത്തകർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതെന്നാണ് ലഭിക്കുന്നത്. നിങ്ങളോട് പലതവണ സംസാരിച്ച പോലെ ഈ അധികമായി ഏർപ്പെടുത്തിയ എന്റർടൈൻമെന്റ് ടാക്സ്, കേരളത്തിൽ ഏർപ്പെടുത്തിയ 10% എന്റർടൈൻമെന്റ് ടാക്സ് ഇളവ് വരുത്തണമെന്നും മലയാള സിനിമാ വ്യവസായം കുറെ കൂടി ശക്തമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുമാണ് അദ്ദേഹത്തോട് എല്ലാവരും അഭ്യർത്ഥിച്ചത്. അദ്ദേഹത്തിന് ആ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് അദ്ദേഹം ഇത് ക്യാബിനറ്റിലും വേണ്ട വേദികളിലും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് സിനിമാ വ്യവസായത്തിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അത്രേ ഉള്ളൂ, ഇത് തന്നെയാണ്. അദ്ദേഹം വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വേറെ എന്ത് വിഷയം ഒന്നും അതൊന്നും പറഞ്ഞില്ല. സംവിധായകൻ B ഉണ്ണികൃഷ്ണനാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചർച്ചയ്ക്ക് ശേഷം. ഏതായാലും സിനിമാ മേഖലയിലെ വിവിധ സംഘടനകൾ അവരുടെ പ്രതിനിധികളാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി. അമ്മയെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് മോഹൻലാൽ, മമ്മൂട്ടി, ഫെഫ്ക പ്രതിനിധി B ഉണ്ണികൃഷ്ണൻ, ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവരാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. 15 മിനിറ്റോളമാണ് ചർച്ച നീണ്ടതെന്നാണ് ഉമേഷ് നൽകുന്ന വിവരങ്ങൾ. ഉമേഷ് ഇപ്പോൾ വീണ്ടും ചേർന്നു. ഉമേഷ്, ഈ സിനിമാ ടിക്കറ്റിന്റെ 10% വിനോദ നികുതി ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച മാത്രമായി കാണാമോ? മറ്റേതെങ്കിലും സിനിമാ പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ ഈ 15 മിനിറ്റ് ചർച്ചയ്ക്കുള്ളിൽ ഉയർന്നു വന്നതായി സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ആനന്ദ്, പ്രധാനമായും ഈ വിഷയങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഒരുപക്ഷെ കൂടുതൽ സമയം ലഭിക്കുകയാണെങ്കിൽ ഈ അമ്മയ്ക്കകത്ത് ഉള്ള ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എന്നാൽ ആ വിഷയങ്ങൾ ചർച്ച ആയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാകും. കാരണം വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഈ സിനിമാ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്.
ഒരുപക്ഷെ ഈ അമ്മ സംഘടനയിലുള്ളവരും അമ്മയ്ക്കകത്ത് വലിയ തരത്തിലുള്ള കലാപം ഉയർന്നു വന്നിരുന്നു. WCC അടക്കം അമ്മയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും അമ്മയിൽ പരാതി പരിഹാര സെൽ രൂപീകരിക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ഒരു വനിതാ സെൽ രൂപീകരിക്കുക മാത്രമാണ് അമ്മയ്ക്കുള്ളിൽ സംഭവിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വാദപ്രതിവാദങ്ങൾ നിലനിൽക്കുകയാണ്. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ആ വിഷയങ്ങൾ കൂടുതലായി ചർച്ച ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. ഏതായാലും അമ്മ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം ഉണ്ടായിരുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്തരം വിഷയങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. കാരണം ഇപ്പോൾ സിനിമാ മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം എന്നുള്ളത് ഈ വിനോദ നികുതി ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ്. 10% ഈ വിനോദ നികുതി ഏർപ്പെടുത്തിയതായി സർക്കാരിന്റെ ഈ ബജറ്റ് തീരുമാനമായി വന്നത്. അത് സിനിമാ മേഖലയ്ക്ക് താങ്ങാവുന്നതല്ല എന്നുള്ളതാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നവരും നിർമ്മാതാക്കളും വിതരണക്കാരും സംവിധായകരടക്കം സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് ഈ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ 10% വിനോദ നികുതി ഏർപ്പെടുത്തിയതിൽ ഇളവ് വേണം എന്നൊരാവശ്യമാണ് ഈ സംഘടനാ പ്രതിനിധികൾ ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിനിമാ വ്യവസായം തുടർന്ന് നിലനിൽക്കണമെങ്കിൽ അത്തരത്തിൽ ഇളവ് വേണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യത്തിന്റെ ഗൗരവം, വിഷയത്തിന്റെ ഗൗരവം മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന ഈ ചർച്ചയ്ക്ക് ശേഷം പി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അനുഭാവപൂർണമായ സമീപനം ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് പറയാനും പി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ അറിയിക്കുകയുണ്ടായി. പിന്നീട് പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഇത്തരത്തിൽ അനുഭാവപൂർണമായ സമീപനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്യും, വകുപ്പ് മന്ത്രിയുമായി ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും പി ഉണ്ണികൃഷ്ണൻ പറയുകയുണ്ടായി. ഏതായാലും ഇവർ മുന്നോട്ട് വെച്ച ഈ ആവശ്യം വളരെ ഗൗരവത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത് എന്നാണ് പി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് തന്നെയാണ് ഉമേഷ്, അക്കാര്യത്തിൽ ഈ സിനിമാ മേഖലയിലെ വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും ചർച്ച ചെയ്യാനുള്ള സമയം ഈ 15 മിനിറ്റ് കൊണ്ട് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ല. ആകെയുള്ളൊരു പ്രശ്നം ഉമേഷ് ഇപ്പോൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് പോലെ ഈ ടിക്കറ്റിന്റെ കാര്യത്തിൽ 10% വിനോദ നികുതി ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ്. ഇക്കാര്യത്തിൽ ഇവർ സൂചിപ്പിക്കുന്നതിൽ കഴമ്പുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം ഇത് സിനിമാ മേഖലയെ കാര്യമാത്ര പ്രസക്തമായി ബാധിക്കുന്ന വിഷയമാണോ ഈ 10% ടിക്കറ്റിന് വിനോദ നികുതി ഏർപ്പെടുത്തുന്നത്? ആ നിലയിൽ സിനിമാ മേഖലയെ ബാധിക്കുന്ന കാര്യമാണോ? അങ്ങനെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ഇവർക്കായിട്ടുണ്ടോ? ആനന്ദ്, പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം നേരത്തെ സിനിമാ ടിക്കറ്റിന് വിനോദ നികുതി നിലനിന്നിരുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് അത്തരത്തിൽ വിനോദ നികുതി പിരിച്ചിരുന്നത് സിനിമാ ടിക്കറ്റിന്മേൽ. ഇതിനു ശേഷമാണ് GST നിലവിൽ വന്നത്. GST നിലവിൽ വന്നതോടെ മറ്റെല്ലാ നികുതികളും ഒഴിവാകുകയും പകരം GST എന്ന ഒറ്റ നികുതി ആവുകയും ചെയ്തു. ആ GST നിലനിന്ന് പോരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 10% വിനോദ നികുതി എന്നത് പുതിയ തീരുമാനമായി വന്നത്. അത് പ്രത്യേകിച്ച് പ്രളയ സാഹചര്യത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിലാണ് സർക്കാർ അത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സിനിമാ മേഖലയ്ക്ക് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ടിക്കറ്റിന് നിലവിൽ സിനിമാ ടിക്കറ്റിനുള്ള തുകയേക്കാൾ കൂടുതൽ അധിക തുക സിനിമാ ടിക്കറ്റിന് വേണ്ടിവരും. അത് സിനിമ കാണുന്നവരുടെ എണ്ണം, തിയേറ്ററിൽ വന്ന് കാണുന്നവരുടെ എണ്ണം കുറയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റും എല്ലാം തന്നെ ഈ സിനിമകൾ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിൽ തിയേറ്ററിൽ ആളുകൾ വരുന്നതിന്റെ എണ്ണം താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വിനോദ നികുതി കൂടി ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഈ സിനിമാ മേഖല വലിയ പ്രതിസന്ധിയിലാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ സിനിമാ ടിക്കറ്റിന് വില കൂടുതലാണെങ്കിൽ ആളുകളുടെ എണ്ണം കുറയും. ഇത് സിനിമാ വ്യവസായത്തിന്റെ തകർച്ചയിലേക്ക് വഴിവെക്കും. വലിയ തരത്തിൽ പ്രതികൂലമായി ഇത് ബാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വളരെ ഗൗരവമുള്ളതായതുകൊണ്ട് തന്നെയാണ് സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നേതൃത്വത്തിലുള്ളവർ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരത്തിൽ ഒരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ അടക്കം അമ്മ നേതൃത്വത്തിലുള്ളവരും വളരെ മുതിർന്ന നടന്മാർ അടക്കം നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ എത്തുന്നു. അതുപോലെ ഫെഫ നേതൃത്വത്തിലുള്ളവരും തിയേറ്റർ ഉടമകളുടെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ളവരടക്കം വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ആവശ്യം മുഖ്യമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവം മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് എന്ന് പി ഉണ്ണികൃഷ്ണൻ പറയുകയുണ്ടായി. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നൊരു അനുകൂലമായ ഒരു പ്രസ്താവനയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും പി ഉണ്ണികൃഷ്ണൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ പ്രതീക്ഷയിലാണ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ
ഈ വിഷയം ചർച്ചയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ഉണ്ണികൃഷ്ണൻ പറയുകയുണ്ടായി. ഏതായാലും സിനിമാ മേഖലയെ വലിയ തരത്തിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഇവിടെ വന്ന് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് എന്ന് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് ഈ വിനോദങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശരി, വ്യക്തമാണ്. കെ ഉമേഷ് ആണ് വ്യക്തമായ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയുമായി അവരുടെ നേതൃത്വം കൂടിക്കാഴ്ച നടത്തി. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. സിനിമാ ടിക്കറ്റിന് 10% വിനോദ നികുതി ഏർപ്പെടുത്തിയത് പിൻവലിക്കണമെന്നത് സംബന്ധിച്ച ആവശ്യങ്ങളാണ് പ്രധാനമായും മുഖ്യമന്ത്രിയുമായി 15 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയിൽ ഇവർ ഉന്നയിച്ചത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ MLA വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന് പിന്നിൽ BJP എന്ന തൃണമൂൽ കോൺഗ്രസ്. കൃത്യം നടത്തിയത് BJP ഗൂഢാലോചനയുടെ ഭാഗമായാണെന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്നു. കൃഷ്ണഗഞ്ച് മണ്ഡലത്തിലെ MLA സത്യജിത് ബിശ്വാസാണ് കൊല്ലപ്പെട്ടത്. ബംഗ്ലാദേശ് അതിർത്തിക്കു സമീപം ഫുൽബാരിയിൽ സരസ്വതി പൂജ ചടങ്ങുകളിൽ പങ്കെടുക്കവെ അജ്ഞാതർ വെടിയുതിർക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് നാടൻ തോക്കും പോലീസ് പിടിച്ചെടുത്തു. ആസൂത്രിതമായ കൊലപാതകം എന്ന സ്ഥിരീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രാഥമികമായി ലഭിക്കുന്നത്. അടിസ്ഥാന ഊർജ ഇന്ധന മേഖല പോലും സ്വകാര്യ കുത്തകകളെ ഏൽപ്പിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് ചരിത്ര ഗവേഷകൻ KN ഗണേഷ് അഭിപ്രായപ്പെട്ടു. റഫേൽ ഇടപാടോടെ നവലിബറൽ സ്റ്റേറ്റ് എങ്ങനെ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നത് വ്യക്തമായതാണെന്നും KN ഗണേഷ് കോഴിക്കോട് പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ താരതമ്യവും രാഷ്ട്രീയവും എന്ന സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് പ്രതികരിച്ചു. കേരള പുനർനിർമ്മാണത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ താരതമ്യവും രാഷ്ട്രീയവും സെമിനാർ കോഴിക്കോട് സംഘടിപ്പിച്ചത്. കേരള ബജറ്റിലെ 25 വികസന പദ്ധതികളിലൂടെ പുതിയ കേരളത്തിലേക്ക് കുതിക്കുമെന്ന് ഓരോ പദ്ധതിയും പരിശോധിക്കുമ്പോഴും വ്യക്തമാവുമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാന ബജറ്റ് വിലവർധന ഉണ്ടാക്കുന്നു എന്ന പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഉൽപ്പന്നത്തിന്റെ വിൽപ്പന മൂല്യത്തിലാണ് GST ഈടാക്കുന്നത്. വിൽപ്പന വിലയിൽ 1% പ്രളയ സെസ് ചുമത്തുന്നത്. GSTയിൽ 28% എന്ന നേരത്തെയുള്ള സ്ലാബ് ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി 10% കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അരി, പഞ്ചസാര, പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയ്ക്കൊന്നും GST ഇല്ല. പൊള്ളയായ തെരഞ്ഞെടുപ്പ് പത്രികയുടെ രൂപത്തിലാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. 2014 വാഗ്ദാനങ്ങളുടെ അനുഭവം നമുക്കുണ്ടെന്നും മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. അതേസമയം കേരളം ശക്തമായ ഭരണകൂടത്തിന്റെ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഗവേഷകൻ KN ഗണേഷ് പറഞ്ഞു. വ്യവസായവൽക്കരണം, കാർഷിക വികസനം, ഏറ്റവും അവസാനം അടിസ്ഥാന ഊർജ ഇന്ധന മേഖല പോലും സ്വകാര്യ കുത്തകകളെ ഏൽപ്പിക്കുന്ന നയമാണ് കേന്ദ്രം സ്വീകരിച്ചത്. റഫേൽ ഇടപാടോടെ നവലിബറൽ സ്റ്റേറ്റ് എങ്ങനെ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യക്തമായതാണ്. മോദി ഗവൺമെന്റിന്റെ ഇടനിലക്കാരനായിട്ട് അംബാനിയെ പ്രഖ്യാപിച്ചതോടുകൂടി കോർപ്പറേറ്റ് കുത്തകകൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കാനുള്ള ഒരു ഇടനില ഏജൻസി മുതലാളിത്ത വിരുദ്ധമായി വളർന്നു വരാവുന്ന ജനവികാരത്തെ അതിനെ ഏതെങ്കിലും രൂപത്തിൽ ഒന്നുകിൽ ശക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ അനുനയം ഉപയോഗിച്ച് അതിനെ തല്ലിക്കെടുത്താനുള്ള ഒരു ഉപകരണമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഭരണകൂടം കേന്ദ്ര തലത്തിൽ അനുവർത്തിച്ചു വരുന്നത്. മോഡി ഭരണം ജനദ്രോഹത്തിന്റെ 5 വർഷങ്ങൾ ലഘുലേഖയുടെ പ്രകാശനം ചടങ്ങിൽ നടന്നു. മന്ത്രി TP രാമകൃഷ്ണൻ ഫാത്തിമത്ത് സുഹറയ്ക്ക് നൽകിക്കൊണ്ടാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ, P സതീദേവി MP തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മണ്ഡലം നിലനിർത്താൻ LDFും തിരികെ പിടിക്കാൻ UDFും കച്ചകെട്ടുമ്പോൾ ഇടുക്കി കാത്തിരിക്കുന്നത് ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനെയാണ്. സംസ്ഥാന സർക്കാരും MPയും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുമ്പോൾ കാര്യമായ വികസന മണ്ഡലത്തിൽ ഉണ്ടായില്ല എന്നാണ് വലതുപക്ഷത്തിന്റെ ആക്ഷേപം. അതിനിടെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. മലയോര ജനതയിൽ ഭൂരിഭാഗം പേരെയും സാരമായി ബാധിക്കുന്ന ഭൂപ്രശ്നങ്ങളിൽ ക്രിയാത്മക ഇടപെടലുകളിലൂടെ ശാശ്വത പരിഹാരം കാണാനുള്ള സർക്കാർ ശ്രമങ്ങൾ തുടരുകയാണ്.
3 ഘട്ടങ്ങളിലായി നടന്ന പട്ടയമേളയിൽ 22,000-ഓളം കുടുംബങ്ങൾക്കാണ് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. മഹാപ്രളയത്തിൽ നിന്ന് കരകയറുന്ന ഇടുക്കിക്ക് കൈത്താങ്ങായി 5,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ജനോപകരമായ ഇടപെടലുകൾക്കൊപ്പം MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇടതിന് പ്രതീക്ഷ നൽകുന്നു. 4.5 വർഷം കൊണ്ട് 4,700 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടത്തിയത്. 2,200 കോടി രൂപ ചെലവ് വരുന്ന പഴനി ശബരിമല തീർത്ഥാടന പാത, കേരളത്തിൽ ഇപ്പോൾ നിർമ്മാണം നടക്കുന്നതിൽ ഏറ്റവും വലിയ ദേശീയപാത നിർമ്മാണ പദ്ധതിയായ മൂന്നാർ പൂപ്പാറ ബോഡിമെട്ട് പാത തുടങ്ങിയവ ശ്രദ്ധേയമാണ്. കൂടാതെ സ്വദേശി ദർശൻ ടൂറിസം സ്കീമിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് വാഗമണ്ണിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, കട്ടപ്പനയിൽ പാസ്പോർട്ട് കേന്ദ്രം, ഇടുക്കി മെഡിക്കൽ കോളേജ് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും വോട്ടാകുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. ഒപ്പം കസ്തൂരിരംഗൻ വിഷയത്തിൽ ആശങ്കയകറ്റാനുള്ള MP-യുടെ നിരന്തര ശ്രമങ്ങളും ഇടതിന് കൂട്ടാകും. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് തന്നെയാകും ഇടത് സ്ഥാനാർത്ഥിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ പദ്ധതികൾ മണ്ഡലത്തിൽ എത്തിക്കുന്നതിൽ MP പരാജയമാണ് എന്നാണ് UDF ആരോപിക്കുന്നത്. UDF-ൽ സീറ്റ് കോൺഗ്രസിനാണ് എന്ന കാഴ്ചപ്പാടിൽ സ്ഥാനാർത്ഥി മോഹവുമായി നിരവധി പേർ എത്തിയിരുന്നു. നേരത്തെ പരാജയപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു കുഴൽനാടൻ, മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് എന്നിവർക്കൊപ്പം ബെന്നി ബെഹനാൻ, PC ചാക്കോ, ജോസഫ് വാഴക്കൻ എന്നിവരുടെ പേരും ഉയർന്നു വന്നു. കൂടാതെ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. ഇതിനിടയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം നിലവിലുള്ള കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്ന ആവശ്യം ശക്തമാക്കിയത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും വെട്ടിലാക്കി. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പും ഇടുക്കി സീറ്റിനായി പിടിവലി കൂടുന്നുണ്ട്. NDA-യിൽ സീറ്റ് BDJS-ന് നൽകാനാണ് സാധ്യത. ഇടുക്കി ജില്ലയിലെ ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് എന്നിവയ്ക്കൊപ്പം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. പുതുക്കിയ വോട്ടർ പട്ടികയനുസരിച്ച് 3 ട്രാൻസ്ജെൻഡർമാർ ഉൾപ്പെടെ 11,76,099 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ 18,680 വോട്ടർമാരുടെ വർധനവുണ്ട്. 1977 രൂപീകൃതമായ മണ്ഡലത്തിൽ 7 തവണ UDF-ഉം 4 തവണ LDF-ഉം വിജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിനെ 50,400 വോട്ടിനാണ് ജോയ്സ് ജോർജ് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ 7-ൽ 4-ഇടത്തും LDF-ന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്നു. അന്ന് UDF-ന് ലീഡ് നൽകിയ കോതമംഗലവും മൂവാറ്റുപുഴയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരും. പാർട്ടിയിലെ മുഴുവൻ MP-മാരും MLA-മാരും യോഗത്തിൽ പങ്കെടുക്കും. 3ാം സീറ്റ് വിഷയം യോഗത്തിൽ ചർച്ചയാകും എന്നാണ് സൂചന. നിലവിൽ മത്സരിക്കുന്ന മലപ്പുറം, പൊന്നാനി സീറ്റുകൾക്ക് പുറമെ വയനാട്, വടകര, കാസർഗോഡ് സീറ്റുകളിൽ ഒന്നുകൂടി വേണം എന്നാണ് ലീഗിന്റെ ആവശ്യം. കഴിഞ്ഞ ആഴ്ച ചേർന്ന ഉന്നതാധികാര സമിതിയിലും ഇക്കാര്യം ചർച്ചയായിരുന്നു. രാവിലെ 11 മണിക്ക് പാണക്കാട് വെച്ചാണ് നേതൃയോഗം ചേരുക. BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് ജനാധിപത്യം തകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന വർഗീയതയാണ് BJP ഭരണത്തിൽ നടമാടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. KSTA സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇനിയൊരു കാലം കൂടി ഇക്കാലത്ത് നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നവർക്ക് രാജ്യത്തിന് നിയന്ത്രണം കയ്യിൽ വന്നാൽ ഉറപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതകളായി നാം കണക്കാക്കുന്ന എല്ലാം തകരുമെന്നുള്ളത്. മതനിരപേക്ഷത തകരും, പാർലമെന്റ് ജനാധിപത്യം തകരും, ജനാധിപത്യം തകരും, നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ തോതിലുള്ള പോറലേൽക്കും. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്ന സാഹചര്യം സംജാതമായി. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ നൽകുന്നതിലും മികച്ച സൗകര്യങ്ങൾ പൊതുസ്കൂളുകളിൽ നൽകുക എന്നതാണ് സർക്കാർ ലക്ഷ്യം. ഇതിന് അധ്യാപകരുടെ ആത്മാർത്ഥമായ സഹകരണം കൂടി അനിവാര്യമാണ്. പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനൊപ്പം അന്ധവിശ്വാസങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കാൻ കൂടി അധ്യാപകർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ മാറ്റങ്ങൾക്കുതകുന്ന സംഭാവനകൾ കൂടി നൽകാൻ അധ്യാപകർക്ക് കഴിയണം. പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് പാളയത്തു നിന്നും കിഴക്കേക്കോട്ടയിലേക്ക് അധ്യാപകരുടെ മാർച്ചും നടന്നു. പൊതുസമ്മേളനത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി KC ഹരികൃഷ്ണൻ, CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
KSTA സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. പുതിയ ഭാരവാഹികളെയും ഇന്ന് തെരഞ്ഞെടുക്കും. സമാപനത്തോടനുബന്ധിച്ച് ഇന്ന് യാത്രയയപ്പ് സമ്മേളനവും നടക്കും. യാത്രയയപ്പ് സമ്മേളനം LDF കൺവീനർ A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും.